ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡ്രിങ്കാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിന് നമുക്ക് പിങ്ക് ലസ്സി എന്ന് പേരിട്ട് വിളിക്കാം. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഒരു മിക്സി ജാറിലേക്ക് ഞാൻ കറിവേപ്പില, സ്ട്രോബെറി, ഒരു വലിയ സ്ട്രോബെറി ഉണ്ടായിരുന്നത് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കാന്താരി ഉപ്പിലിട്ടത് ഫ്രഷ് ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. പിന്നെ 4-5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈരോ മോരോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. മോരാണെങ്കിൽ ആദ്യം കുറച്ച് മോരൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ബാക്കി ചേർത്താൽ മതി. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ ആദ്യം ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് സ്ട്രോബെറിയുടെ പീസസ് ഒന്നും അരയാതെ കിടക്കുന്നൊന്നുമില്ല. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ വീട്ടിൽ കീറ്റോ ചെയ്യുന്ന വിരുന്നുകാർ വരിക, അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമുക്ക് തന്നെ പഞ്ചസാര മാക്സിമം ഒഴിവാക്കാവുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു പിങ്ക് ലസ്സിയാണിത്. ഇതിനകത്ത് ഇഞ്ചിയുടെയും കാന്താരിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ലസ്സി കുടിക്കുന്നതിന് ഇതിലേക്ക് സ്ട്രോബെറി ചേർത്തെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു മധുരമൊന്നും ഫീൽ ചെയ്യില്ല. ഉപ്പും ചെറിയൊരു മധുരവും ഇഞ്ചി ടേസ്റ്റും മാത്രമാണ് ഇതിനകത്തുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പം ഇനി റംസാനൊക്കെ അല്ലേ പ്രത്യേകിച്ച് വരുന്നത്. അപ്പം അപ്പോഴാണ് നമുക്ക് കൂടുതൽ എല്ലാ ദിവസവും ഒരു ജ്യൂസൊക്കെ വേണമെന്ന് തോന്നുക. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. വെറും നാരങ്ങ വെള്ളത്തിനെ അപേക്ഷിച്ച് നമുക്കൊരു ഉപ്പ് കിട്ടുന്ന ജ്യൂസ് കൂടിയാണിത്. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് എൻ്റെ സന്തോഷം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.